വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് അടിപൊളി സൂപ്പർ മസാലക്കൂട്ട് ഉണ്ടാക്കാം. അതിനാവശ്യമായ ചേരുവകൾ: ജാതിക്ക, ജാതിപത്രി, തക്കോലം, ഗ്രാമ്പു, ഏലക്ക, പട്ട, കുരുമുളക്, മല്ലി, നല്ല ജീരകം, സാജീരകം, പെരിഞ്ജീരകം. ഇത്രയും സാധനങ്ങളാണ് അതിനാവശ്യമായത്. ഈ മസാലക്കൂട്ട് ബിരിയാണിയുടെ കൂടെ, ഏത് തരം ബിരിയാണിയുടെ കൂടെ വേണേലും, പിന്നെ ചിക്കൻ്റെ കൂടെയോ ബീഫിൻ്റെ കൂടെയോ മട്ടൻ്റെ കൂടെയോ താറാവിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മസാലക്കൂട്ടിന് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ സേഫാണ് താനും, ഒരു ടേസ്റ്റും ഉണ്ട്. മസാലക്കൂട്ട് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ആദ്യമേ ഇടരുത്. ഒരു പകുതി വേവായി കഴിയുമ്പോഴേ മസാലക്കൂട്ട് ഇടാവുള്ളൂ. എങ്കിലേ ആ ടേസ്റ്റും ആ ഫ്ലേവറും കിട്ടുള്ളൂ. ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ചട്ടി ഒന്ന് ചൂടാവണേ. എന്നിട്ട് നമുക്ക് ഈ മസാല എല്ലാം കൂടെ അതിൻ്റെ അകത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പം വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ചൂടാക്കിയാലും അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പക്ഷേ നമുക്കിപ്പോൾ അതിന് സമയമില്ലല്ലോ. അത് കാരണം ഞാനിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുവാണേ, എല്ലാം കൂടെ ഇട്ട്. നമ്മൾ ഈ മസാലയ്ക്കകത്തേ ഒരു ജാതിക്കയൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ പകുതി ജാതിക്ക ഇട്ടാൽ മതി. ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ജാതിക്ക മൊത്തം ഇടേണ്ട കാര്യമുള്ളൂ. ഒരെണ്ണം മുഴുവത്തോടെയൊക്കെ ഇട്ടാലുണ്ടല്ലോ അതിനൊരു കുത്തൽ കണക്കുണ്ടാകും. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കാം. ഒത്തിരി പണിയൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതൊന്ന് വറക്കുന്നത് മാത്രമേ ഉള്ളൂ. ചൂടാക്കി എടുക്കുന്ന മാത്രമേ ടൈമേ എടുക്കുന്നത്. ചൂടാറി കഴിയുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണ് എന്ത് കാര്യവും നല്ലത്. അതിപ്പം മസാലയായാലും മുളക് പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും അരിപ്പൊടി ആയാലും അതിനൊക്കെ ഒരു വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നേരത്തെ ഞാൻ ഈ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. പച്ചരി കഴുകി ഉണക്ക് സമയമാണെങ്കിൽ പച്ചരി കഴുകി ഉണക്കി മുളക് പൊടിയൊക്കെ ഉണക്കി പൊടിക്കാനേ നോക്കുകയുള്ളൂ. കാരണം നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം നശിച്ചു വരിക. നമ്മളിങ്ങനെ പണ്ടുള്ളവരുണ്ടാക്കുന്ന കണക്ക് ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ആരോഗ്യത്തിനും പ്രശ്നം വരത്തില്ല. നല്ല ഇതായിരിക്കും. അതുകൊണ്ട് കഴിവതും എല്ലാവരും സമയമുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാൻ നോക്കുക. ജോലിക്കാരോട് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അവർക്ക് സമയമില്ല. പിന്നെ അവർക്ക് ആകെപ്പിഴ കിട്ടുന്നൊരു ഞായറാഴ്ചയും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും. അവരോട് നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാവും. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയേ, അല്ലാണ്ട് ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട. ഒത്തിരി മൂത്ത് പോയാൽ കൊള്ളത്തില്ല. ജസ്റ്റ് ഒന്ന് ചൂടാവണം. ആ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും ചൂടായാൽ മതി. പൊട്ടിത്തുടങ്ങി, നമുക്കിത് ഓഫാക്കാം. നമുക്കിന്ന് പൊടിച്ചുകൊണ്ട് വരാവേ. പൊടിച്ചുകൊണ്ട് വന്നേ, നമ്മുടെ മസാലക്കൂട്ട് റെഡിയായി. നല്ല ഫ്ലേവർ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ.